70 ആ റേഞ്ച് വരുന്ന സോഫയാണ് നമ്മളിവിടെ കൊടുക്കുന്ന 42,000. തുർക്കിഷ് മോഡലാണ്, കുറച്ച് പ്രീമിയം റെക്സിനാണ്. ഇതാണ് 15,000 വരുന്ന സോഫ. ഇത് വുഡൻ ഹാൻഡിൽ വരുന്നതാണ്, മഹാഗണിയാണ്, ട്രീറ്റഡ് മഹാഗണി. ഇത് പാലാരിവട്ടം ഫ്ലൈഓവർ ബ്രിഡ്ജ് ആണ്. MRP ഏകദേശം 35 ആ റേഞ്ച് വരുന്നതാണ്. നമ്മൾ സെല് ചെയ്യുന്നത് 24-നാണ്. വിക്രം സിനിമയിലെ റോളക്സ് ക്യാരക്ടറിലുള്ള പോലെ ഫീലിംഗ് ആണ് കേട്ടോ ഇതിലിരിക്കുമ്പോൾ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്ത്. ഈ കാണുന്ന ബാക്കിൽ കണ്ടോ ഫ്ലൈഓവർ ബ്രിഡ്ജ്, ഇത് പാലാരിവട്ടം ഫ്ലൈഓവർ ബ്രിഡ്ജ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സോഫാസ് മാത്രം കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക്. സാധാരണ ഒരു ഫർണിച്ചർ കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം മിക്സ് ആയിട്ടുള്ള, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്, സോഫാസ് മാത്രം. പക്ഷേ അതും തന്നെയല്ല, ഇപ്പോൾ എക്സ്ക്ലൂസീവ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ധാരണ എന്താ, ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അല്ല കേട്ടോ, ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ. കാരണം ഇതൊരു ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു മീഡിയേറ്റർ പോലും ഇല്ലാണ്ട് നമുക്ക് ഫാക്ടറി പ്രൈസിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് വരുന്നത് സോഫ സ്റ്റുഡിയോ. അപ്പോൾ രണ്ടാമത്തെ ഫ്ലോറിലേക്കാണ് നമുക്ക് പോകേണ്ടത്, കൊച്ചപ്പള്ളി ആർക്കേഡിലേക്ക്, സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കേട്ടോ. അപ്പോൾ പോയാലോ, നല്ല നല്ല വെറൈറ്റി സോഫാസൊക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് റേറ്റ് അറിയണ്ടേ? നിസ്സാര റേറ്റ് ഉള്ളൂ, എന്തായാലും മുകളിൽ പോയിട്ട് പറയാം, വരും. സോഫ സ്റ്റുഡിയോ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഓണറാണെന്ന് തോന്നുന്നു, മാനേജറാണോ? ഹായ്, ഞാൻ ഈ മൈക്കൊന്ന് സെറ്റ് ചെയ്തോട്ടെ. ഈ മൈക്ക് നമ്മൾ സെറ്റ് ചെയ്തു. ഇവിടെ എന്താണ് സംഭവം, ഈ സോഫ സ്റ്റുഡിയോ എന്ന് പറയുന്നത്? ഇങ്ങോട്ട് വരും. സോഫയ്ക്ക് ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. അപ്പൊ താഴത്ത് കണ്ടു, വിലയാണ് ഇവിടുത്തെ താരം. അതെ അതെ, സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് തന്നെ 15,000 തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സോഫ സ്റ്റുഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എക്സ്ക്ലൂസീവ് ഷോറൂം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, എക്സാക്ട് പ്രൈസ് വരുന്നത് 15,000 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ നമുക്ക് അത് കാണാം. അപ്പോൾ അത് എവിടെ ഇരിക്കുന്നത്? അപ്പൊ നമുക്ക് ഇവിടെ തന്നെ തുടങ്ങി പോയാലോ? ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ സോഫ എല്ലാവരുടെയും ലിവിംഗ് റൂം ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്ത്? കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്, കളർ കസ്റ്റമൈസ് ചെയ്യാം, അതിന്റെ മോഡൽ കസ്റ്റമൈസ് ചെയ്യാം, ഏത് ഫാബ്രിക് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം, ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ വ്യൂവേഴ്സ്, എൻ്റെ വക ഒരു സ്വാഗതം ഉണ്ട് ഈ ഒരു വീഡിയോയില്. ഇനി നമുക്ക് റേറ്റ് വെച്ചിട്ട് തുടങ്ങാം. എന്താണ് ഈ ഒരു കോൺസെപ്റ്റ്, എങ്ങനെയാണ്? ഇതിപ്പോൾ വരുന്നത് 3+2 കോർണർ സോഫയാണ്, വിത്ത് സ്പ്രിങ്സ് ആണ് വരുന്നത്. വെൽവെറ്റ് ടൈപ്പ് ഫാബ്രിക് ആണ്, കുറച്ച് പ്രീമിയം ഫാബ്രിക് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിന്റെ എക്സാക്ട് MRP പ്രൈസ് എത്രയാണ്? MRP 65 to 70 ആ റേഞ്ച് വരുന്ന സോഫയാണ്. നമ്മളിവിടെ കൊടുക്കുന്നത് 42,000 ആണ്. അതാണ് ഫാക്ടറി റേറ്റ് എന്ന് പറഞ്ഞത്. പുറമെ അപ്പോൾ 65,000 റുപ്പീസ് വരുന്ന റേഞ്ചിലുള്ള സോഫ വെറും ഇവിടെ കിട്ടുന്നത് 42 റുപ്പീസ്. അപ്പൊ ഇത് മുകളിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, നോ കോസ്റ്റ് EMI അവൈലബിൾ ആണ്. ബജാജിന്റെ നോ കോസ്റ്റ് EMI, അതേപോലെ റെഡി റൊക്കം കൊണ്ടുവരണം എന്നില്ല. അപ്പൊ ഒന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ കുഷൻസ് കാര്യങ്ങളൊക്കെ. എങ്ങനെയാണ് കുഷൻസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇതെല്ലാം സ്പ്രിങ്സ് വരുന്നതാണ്, എല്ലാ സ്പ്രിങ്സും സോഫ്റ്റ് ഫോമും വരുന്നതാണ്. സോഫ്റ്റ് ഫോം. പിന്നെ ഇപ്പൊ ഇത് വെൽവെറ്റിനാണെങ്കിൽ ഇപ്പം വെൽവെറ്റ് വേണ്ട, നമുക്ക് ഇത് വേറെ മെറ്റീരിയൽ, ഏത് ഫാബ്രിക് വേണമെങ്കിൽ നമുക്ക് ടെക്സ്ചേർഡ് ഫാബ്രിക് ഉണ്ട്, അതേപോലെ ഇത് വെൽവെറ്റ് ഉണ്ട്, നോർമൽ ഫാബ്രിക്സ് ഉണ്ട്, അതേപോലെ ഫ്ലവറി ഫാബ്രിക്സ് ഉണ്ട്. ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പൊ ഇതാണ് ഒരു സോഫ വരുന്നത്. ഇനിയിപ്പോ ഇത്ര വലിയ ലിവിംഗ് റൂമിലേക്ക് സോഫ വേണ്ട, നമുക്ക് ചെറിയ രീതിയിൽ വേണമെന്ന് വെച്ചാൽ അടുത്തത് ഏതാ നമുക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങോട്ട് പോവാം. അപ്പോൾ എല്ലാം കളേഴ്സ് ഡിഫറെന്റ് ആണ്. അതിന് പുറമെ നമുക്ക് ഇതൊക്കെയാണ് നിങ്ങളുടെ സാമ്പിൾസ്. ഇഷ്ടമുള്ളത് നമുക്ക് ഏത് ഫ്ലവേഴ്സ് വേണോ അല്ലെങ്കിൽ പ്ലെയിനിൽ വേണോ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് വേണം ഒന്ന് സൂം ചെയ്ത് കാണിച്ചു. കാരണം ഇതിപ്പോ നിലവിലുള്ള ഇന്നത്തെ ഡേറ്റിലുള്ള കളക്ഷൻസ് ആണ്. ഇത് കൂടാണ്ട് നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കില്ല അതില്. ഇതൊക്കെ നല്ല ഫ്ലവറി ടൈപ്പ് ആയിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇടിച്ചു നോക്കുമ്പോൾ അറിയണമല്ലോ അതിന്റെ. ഇതാണ് മെയിൻ പോർഷൻ വരുന്നത്. ഉള്ളിലും അതേപോലെ നമുക്ക് സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ കാറ്റലോഗ് ആണ്, എല്ലാം കാറ്റലോഗ്സ് ആണ്, പല പല കാറ്റലോഗ്സ് ആണ്. പല കമ്പനികളുടെ പല കാറ്റലോഗ്സ് വരുന്നുണ്ട്. ലൈക്ക് ഇത് ടെക്സ്ചേർഡ് ഫാബ്രിക് ആണ് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം അല്ലേ, ഇഷ്ടമുള്ളത്. ഇത് നമ്മൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് പറയുന്ന രീതിയിൽ നമുക്ക് സോഫ ചെയ്തെടുക്കാൻ പറ്റും. സോഫാസ് മാത്രമാണ് ഇവിടെ കിട്ടുന്നത്? അതെ, സോഫാസ് മാത്രമല്ലേ? ഇത്രയും അധികം വെറൈറ്റീസ് ഓഫ് ഫാബ്രിക് തന്നെ നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. അതിൽ ഏതൊക്കെ തരം ഫാബ്രിക്സാണ് മെയിൻ ആയിട്ടുള്ളത്? ടെക്സ്ചേർഡ് ഫാബ്രിക്സ് ഉണ്ട്, പിന്നെ ലൈൻസ് വരുന്നുണ്ട്, ഫ്ലവറി ഫാബ്രിക്സ് ഉണ്ട്, വെൽവെറ്റ് ടൈപ്പ് ഫാബ്രിക്സ്, പല ടൈപ്പ് വരുന്നുണ്ട്. ഓരോ ഡിസൈൻസിലും ഓരോ ഫാബ്രിക് വരുന്നുണ്ട്, അതിൻ്റെ തിക്നെസ്സിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റേറ്റിലും അതേപോലെ വ്യത്യാസങ്ങൾ വരും.
പിന്നെ മാർക്കറ്റിൽ എന്താണോ ട്രെൻഡ് നടക്കുന്നത് ആ ഐറ്റംസ് ഒക്കെ ഇവിടെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ പിന്നെ സോഫ എന്നൊക്കെ പറയുമ്പോൾ അതിൽ പല തരമുണ്ട്. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും ബാക്ക് റെസ്റ്റ് കുറച്ച് ഹൈ ബാക്ക് റെസ്റ്റ് ആണ്. അതിൽ റെക്രോൺ ഫില്ലിംഗ് വരുന്നുണ്ട്. കുറച്ച് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വേറൊരു സോഫയാണ്. ഓക്കെ, ഇതിലും സ്പ്രിങ്സ് വരുന്നുണ്ട്. കുറച്ച് പ്രീമിയം ഫാബ്രിക് ആണ്. അത് ഓരോന്ന് തൊടുമ്പോഴാണ് അതിന്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടണുള്ളൂ. പിന്നെ ഇത് ചിലതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും, ചിലത് റിമൂവ് ചെയ്യാം. അതെ, ഇത് ഫിക്സ്ഡ് ആണ്. ഇപ്പൊ ഇത് ഫിക്സ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. റിമൂവബിൾ ആണെങ്കിൽ അങ്ങനെ ആക്കാം, പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്യിപ്പിക്കാം. ഇനി നമ്മുടെ ലിവിംഗ് റൂമിൽ ഇത്ര സ്പേസിൽ വേണ്ട, നമുക്കൊരു 5 ആളുടെ ഒരു ഇത് മതി, അല്ലെങ്കിൽ നമുക്കൊരു 10 ആളുടെ അങ്ങനെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏത് കളറിൽ വേണമെങ്കിലും അല്ല ലിവിംഗ് റൂമിന്റെ പെയിന്റും ഇതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഏത് ഫാബ്രിക് വേണമെങ്കിലും സെലക്ട് മിക്സ് മാച്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എത്ര ദിവസമൊക്കെ വരും നമുക്ക് ഒരു സോഫ? നോർമലി ഒരു 8 to 10 days ആണ് വരുന്നത്. സോഫയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം, ഇങ്ങോട്ട് വരും. ഡയറക്റ്റ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരണോ സോഫ മേടിക്കാനായിട്ട്? എങ്ങനെയാണ് നമുക്ക് മോഡൽ അയച്ചു തന്നാൽ നമുക്ക് ആ മോഡലിൽ നമുക്ക് അളവ് വന്ന് എടുക്കുന്നതാണ്. അവിടെ വന്ന് അളവ് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. അത് എവിടെയായാലും കേരളത്തിന് പുറത്തേക്കില്ല, പുറത്തേക്കും നമ്മൾ സപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. തമിഴ്നാടൊക്കെ സപ്ലൈ ഉള്ളതാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമ്മുടെ സ്ഥലത്തേക്ക് എത്തിച്ചു തരും. നമ്മളൊന്ന് വിളിച്ച് പറയുമ്പോഴേക്കും അളവും കാര്യങ്ങളും എടുക്കാനായിട്ട് ആളെത്തോ. അതിന് പുറമെ നമുക്ക് കുറെ കാറ്റലോഗ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരാം, സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഏതാ നോക്കാം. നമുക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകണം. സോഫ ആകുമ്പോൾ അത്യാവശ്യം സ്പേസ് വേണം. പിന്നെ ഇതൊരു ഷോറൂം. ഇവിടെ സോഫാസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ. കോഫി ടേബിൾസ് ഉണ്ട്. കോഫി ടേബിൾസ്, ഓക്കെ. പിന്നെ ഇതൊരു വുഡൻ ഹാൻഡിൽ ടൈപ്പ് വരുന്ന. ഇതാവുമ്പോൾ മെറ്റീരിയൽ വ്യത്യാസമായി. മെറ്റീരിയൽ ചെറുതായിട്ട് കോട്ട ടൈപ്പാണ്. ഇത് വുഡൻ ഹാൻഡിൽ വരുന്നതാണ്. മഹാഗണിയാണ്, ട്രീറ്റഡ് മഹാഗണി വരുന്ന ഇതാണ്. ഓക്കെ, കവർ ചെയ്യാത്ത നോർമൽ ആയിട്ടുള്ള നമുക്ക് അങ്ങനത്തെ രീതിയിലുള്ള. അപ്പൊ ഇതിൽ നടുക്കിൽ ഇങ്ങനെ ഒരു കോഫി പ്ലാന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഫി കുടിക്കാൻ വേണ്ടി വെക്കാനുള്ള ജസ്റ്റ് ഒരു സ്പേസ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതൊക്കെ കളേഴ്സും അടിപൊളി കളേഴ്സാണ്, നല്ല കോഫിയുടെ കളറിൽ തന്നെ, ആ മഹാഗണി കളറിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ. പിന്നെ ഗ്യാരണ്ടി വാറണ്ടി അങ്ങനെ എന്തെങ്കിലും? എല്ലാത്തിനും സ്ട്രക്ചർ 5 years സ്ട്രക്ചർ വാറണ്ടി ഉണ്ടാവും. അതിപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് സോഫ ആണെങ്കിൽ 15,000 തൊട്ട് തുടങ്ങുന്ന സോഫ ആണെങ്കിലും 5 years സ്ട്രക്ചറൽ വാറണ്ടി ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഫാബ്രിക് ഇത് MRP ഏകദേശം 35 ആ റേഞ്ച് വരുന്നതാണ്. നമ്മൾ സെല് ചെയ്യുന്നത് 24,000 35,000 MRP പ്രൈസ്. വെറും 24,000 റുപ്പീസിന് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇതുപോലത്തെ നല്ല വെറൈറ്റീസ് ഇനിയും ഉണ്ട്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇത് 5 സീറ്റഡ് ആണ്. ഇത് 3 സീറ്റർ ആണ്, 2 സീറ്റർ ആണ്. നോർമലി ഓഫീസസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മോഡൽ സോഫയാണ് ഈ ഒരു മോഡൽ. വീട്ടിലേക്ക് അല്ല. അപ്പൊ ഏകദേശം ഒരു 58-60 വരുന്ന സോഫയാണ്. 38-ന് ക്ലിയറൻസിൽ കൊടുക്കുന്നതാണ്. അപ്പൊ ക്ലിയറൻസ് സെയിലാണോ നടക്കുന്നത്? ഇതിപ്പോ ക്ലിയറൻസ് സെയിലിന് ഇട്ടിട്ടുള്ളതാണ്. ചില സോഫാസ് അങ്ങനെ ഓൺലി 38 rupees, only 38,000 rupeesനാണ് നമുക്ക് ഈ ഒരു 5 സീറ്റർ സോഫ കിട്ടുന്നത്. അതും ഓഫീസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രീമിയം റെക്സിനാണ്. അതേപോലെ തുടച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് തുണിയാണ്. പിന്നെ കുട്ടികൾ യൂസ് ചെയ്യുമ്പോൾ ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. ക്ലീൻ ചെയ്യാം. എന്താ ഫുഡ് കാര്യങ്ങളൊക്കെ ഇട്ടാലും സുഖമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. എന്നാൽ വാഷബിളും കൂടിയാന്ന് തോന്നുന്നു. വാഷബിൾ ആണ്. അതെ, വെള്ളം ഇട്ടാലും നമുക്ക് അങ്ങനെ വാഷ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു സോഫയും കൂടി നോക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയതായിട്ട് ഇത് സോഫ വന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ഫാക്ടറിയിൽ നിന്ന് ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സോഫ. അപ്പൊ അത്രയും ശ്രദ്ധിച്ചിട്ട് അത്രയും കവർ ചെയ്തിട്ടാണ് ഓരോരോ സോഫാസ് വരുന്നത്. ഇനി അടുത്തത് ഒരു നോക്കുകയാണെങ്കിൽ ഇതും ഒരു സ്ക്വയർ ഹാൻഡിൽ വരുന്ന സ്പ്രിംഗ് ഉള്ള ടൈപ്പ് സോഫയാണ്. ഇത് 34,000 കൊടുക്കുന്നത്. MRP പ്രൈസ് ശരിക്കും വരുന്നത് MRP 55, 54, 50 to 55 ആ റേഞ്ച്. ഇത് പുറമെ സെയിൽ ചെയ്യുന്ന പ്രൈസ് ആണ് 55,000 എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ കിട്ടുന്നത് വെറും 34,000. അപ്പോൾ നല്ല റേറ്റ് വ്യത്യാസമുണ്ട്. നല്ല മാർജിൻ ഇട്ടിട്ട് നമുക്കിപ്പോൾ നമ്മുടെ വേറെ വല്ല ഫാക്ടറി ഷോറൂം ഒക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു 5,000-10,000 രൂപയ്ക്ക് നമുക്ക് കൂടുതൽ മാർജിൻ ഇട്ടിട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പക്ഷെ സിംഗിൾ പീസ് ആയാലും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. സിംഗിൾ ഒരു സെറ്റ് ആയാലും നമുക്ക് കിട്ടും. എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട്. ഇത് കുറച്ച് പ്രീമിയം ക്ലോത്തിൽ ചെയ്യുന്നത്. ഏറ്റവും വില കൂടിയ ഒരു പ്രീമിയം ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് 3 സീറ്റർ മാത്രം അവൈലബിൾ ഉള്ളൂ. ഇത് 28,000 കൊടുക്കുന്നത്. നോർമലി ഒരു 40-45 ആ റേഞ്ച് വരും ഈ ഒരു ക്ലോത്തിൽ 3 സീറ്റർ ചെയ്യുമ്പോൾ. 3 സീറ്റർ ആണത്. 2 ഒരു ഡിവിഷൻ ഉണ്ടെന്നുള്ളൂ. 3 സീറ്റർ ആണ് മോഡൽ. അങ്ങനെ 3 സീറ്ററിന്റെ ലെങ്ത് ആണ് വരുന്നത്.
പക്ഷെ ഇത് മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ നല്ല മെറ്റീരിയൽ, ഇടയ്ക്ക് ഫോയിലിന്റെ ഒരു വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഗോൾഡ് ആക്സെന്റ്സ് ഉണ്ട്. അതെ, കുറച്ച് പ്രീമിയം ലക്ഷറി ഫീൽ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് മെറ്റീരിയൽസ്. അപ്പൊ ലക്ഷറി രീതിയിലുള്ള മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ്, അല്ലാതെ നോർമൽ രീതിയിലുണ്ട്. പക്ഷെ ഒന്നിനും കംപ്ലൈന്റ് ഇല്ല. നമ്മളിവിടെ ക്വാളിറ്റിയുള്ള ഐറ്റംസ് എല്ലാം ഗ്യാരണ്ടി ഉള്ളതാണ്, എല്ലാത്തിനും വാറണ്ടി ഉള്ളതാണ്. വാറണ്ടി ഉള്ളത് അത് 5 വർഷത്തെ അല്ലേ? 5 years സ്ട്രക്ചറൽ വാറണ്ടി ഉണ്ടാവും. ഫാബ്രിക്കിനെല്ലാം 1 year 2 years അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഫാബ്രിക് അനുസരിച്ചിട്ട് മാനുഫാക്ചർ തരുന്ന വാറണ്ടിയാണ്. വാറണ്ടി വരുന്നുണ്ട് അല്ലേ? കളർ യുവർ ചോയ്സ് അല്ലേ? കളർ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി അടുത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കിടക്കാം അല്ലേ? സോഫ കൊണ്ട് തട്ടി വീഴുമ്പോ ഏതായാലും ഒക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ. ഇത് നമുക്ക് കയറി പിടിക്കാം, കാരണം ഇത് കുറച്ച് പ്രീമിയം റെക്സിനാണ്. കുറച്ച് തുർക്കിഷ് മോഡലാണ്, കുറച്ച് പ്രീമിയം റെക്സിനാണ്. പിന്നെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു വുഡന്റെ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പ്രീമിയം ലക്ഷറി രീതിയിലുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും റെസ്റ്റ് നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ജോലി ചെയ്ത് വന്നിട്ട് ഒരു റെസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ഒരു സോഫയിൽ ഇരുന്നിട്ട് TV കാണുന്നൊക്കെ പറയുമ്പോൾ അത് നല്ല കംഫർട്ടബിൾ ആയിരിക്കണം അല്ലേ? എന്നാലാണ് നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ബാക്ക് പെയിൻ അത് ഇതൊക്കെ വരും. ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല. നല്ല സുഖമായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ, അത് കംഫർട്ടബിൾ ആയിരിക്കണം. അപ്പോൾ അടുത്തേക്ക് കിടക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതൊരു റൗണ്ട് അല്ല, കോർണർ ഉണ്ട് അപ്പുറത്തേക്ക്. അത് കണ്ടില്ല കേട്ടോ. കോർണർ മോഡലാണ് ഇത് വരുന്നത്. കോർണർ മോഡലാണ്, പക്ഷെ ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ നമുക്കത് റൗണ്ട് രീതിയിലാണ് വരുന്നത്. ഇനിയിപ്പോ EMI കാര്യം പറഞ്ഞു, അതെങ്ങനെയാണ് നമുക്ക്? EMIs ബജാജ് EMI ആണെങ്കിൽ അവർക്ക് ഒരു പ്രോസസ്സിംഗ് ചാർജ് ഉണ്ടാവും. പിന്നെ ബാക്കിയെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 6 months ഉണ്ട്, 8 months ഉണ്ട്, 10 months ഉണ്ട്, 12 months ഉണ്ട്. അത് ഏത് ഇതിൽ വേണമെങ്കിലും എടുക്കാവുന്ന, അത് കസ്റ്റമേഴ്സിന്റെ ചോയ്സ് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും അത് നിങ്ങളുടെ പീരീഡ് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എന്തെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് അങ്ങനെ അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ടാവും. 20% ഡൗൺ പേയ്മെന്റ് വരും. പിന്നെ ബജാജിന്റെ ഒരു പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 767 rupees ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡീറ്റെയിൽസ് വിളിച്ചിട്ട് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. എന്തായാലും സോഫാസിന് മാത്രം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഇത് സോഫ സ്റ്റുഡിയോ അല്ലേ? അത് ശരിക്കുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് എറണാകുളത്താണ്. എറണാകുളത്ത് പാലാരിവട്ടം ഫ്ലൈ ഓവർ ബ്രിഡ്ജ്, ഇതാ ഇവിടെ നിന്നാലും കാണാൻ പറ്റും നമുക്ക് പാലാരിവട്ടം ഫ്ലൈ ഓവർ ബ്രിഡ്ജ്. കുറച്ചുകൂടിയും അടുത്ത് പറയുകയാണെങ്കിൽ ലൊക്കേഷൻ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് ഏഷ്യനെറ്റ് ന്യൂസിന്റെ ഓഫീസ് വരുന്നുണ്ട്. ഇവിടെ പൈപ്പ് ലൈൻ ജംഗ്ഷനും വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ അല്ലേ? ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ പൈപ്പ് ലൈൻ ജംഗ്ഷൻ, തൊട്ട് റൈറ്റിലാണെങ്കിൽ നമുക്ക് ഏഷ്യനെറ്റ് ന്യൂസ്, മുന്നിലാണെങ്കിൽ പാലാരിവട്ടം. നമ്മൾ നിൽക്കുന്നതാണെങ്കിലോ സോഫ സ്റ്റുഡിയോ അല്ലേ? അപ്പോൾ ഫാക്ടറി പ്രൈസിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. 15,000 തൊട്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും കാണണം. അപ്പോൾ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ല. ഇത് 52,000 സെല്ല് ചെയ്യാണ്. MRP ഒരു 80,000 വരുന്ന ഒരു സോഫയാണ്. ഓ, ഇതിന്റെ മരമൊക്കെ എന്താ? എല്ലാം മഹാഗണിയാണ്. അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ? അതെ, മഹാഗണിയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതാകുമ്പോ കാലക്കാലം നിൽക്കും, കേടുവരില്ല. അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് മഹാഗണി വുഡിന്. അപ്പോൾ ഇനി ഇതിലേക്ക് കിടക്കാം. ഇതും ഒക്കെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ഇതൊക്കെ വാഷ് ചെയ്യാവുന്ന, ഇതും വാഷ് ചെയ്യാവുന്ന ടൈപ്പാണ്. ഒരുവിധം മിക്കതും അങ്ങനത്തെ തന്നെയാണ് വരുന്നത്. ഇതും വരുന്നത് കോർണർ. ഇത് കുറച്ച് ഹാർഡ് ഫോം ആണ്. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫാസ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 22,000 ആണ് കൊടുക്കുന്നത്. MRP ഏകദേശം ഒരു 30-32 ആ റേഞ്ച് വരുന്നത്. കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്ന വെച്ചാൽ ഉള്ളിലേക്ക് നമുക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് തോന്നില്ല. പക്ഷെ അന്നാ സോഫ വീഴുന്നത് ഇനിയിപ്പോൾ ചാരുമ്പോൾ എത്രത്തോളം ബാക്ക് റെസ്റ്റ് അടിപൊളി കേട്ടോ, ഒരു കംപ്ലൈൻറ്റും ഇല്ല. നമുക്ക് ശരിക്കും ആ ഒരു മറ്റേ സോഫയൊക്കെ ഇരിക്കുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ സൈസൊക്കെ എല്ലാം കസ്റ്റമൈസ് ചെയ്യാവുന്ന. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് സൈസിലാണ് എല്ലാം വരുന്നത്. ഏത് സൈസിൽ വേണമെങ്കിലും അളവനുസരിച്ചിട്ട് അത് ചെയ്തെടുക്കാം. പിന്നെ ഒരു കോഫി ടേബിളിന്റെ കാര്യം പറഞ്ഞു, അതും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ടോ? കോഫി ടേബിൾസ് സെയിലിനുള്ളതാണ്. സ്റ്റാർട്ടിങ് നമുക്ക് 4,500 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സോഫയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കോഫി ടേബിളിലേക്ക് കടക്കാം. എന്തായാലും സോഫയ്ക്ക് മാത്രം ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം. പിന്നെ ഇത് ഇവിടെ മാത്രമാണോ നിങ്ങൾക്ക് ഷോറൂം വരുന്നത്? ഇത് കൂടാണ്ട് വേറെ എവിടെയെങ്കിലും? വേറെ ഇത് വരുന്നുണ്ട്. ഇത് ഒന്നും പ്ലാനിലായിട്ടില്ല, വരുന്നുണ്ട്. എന്നാലും ഈ ഒരു പേരിൽ തന്നെയായിരിക്കും വരണമെങ്കിൽ. അപ്പൊ ചിലപ്പോൾ 1 മാസം 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഈ ഒരു ഷോറൂം ഉണ്ടായിരിക്കും. ഇനി അടുത്തത് ഏതാണ്? നമുക്ക് ബഡ്ജറ്റ് സോഫാസിലേക്ക് പോവാം. ഓക്കെ, ഇതാണ് 15,000. അതെ, ഇതാണ് 15,000 വരുന്ന സോഫ. ഇതാകുമ്പോൾ മെറ്റീരിയൽ എന്താ? മെറ്റീരിയൽ ജൂട്ടാണ്. ജൂട്ട് മെറ്റീരിയൽ ആണ്. നോർമൽ ഫോം വെച്ചിട്ട്
ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള കുഷ്യൻസ്, ഉള്ളിലുള്ള ആ ഒരു സ്പഞ്ചിനല്ല എല്ലാത്തിനും ക്വാളിറ്റി പക്കയായിരിക്കും. പക്ഷെ തുണിയായിരിക്കും വ്യത്യാസം, തുണീന്റെ വ്യത്യാസം ഉണ്ടാവും. ആ തുണിയുടെ വ്യത്യാസം കൊണ്ടാണ് ആ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കാണിക്കണത് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് ഉള്ളി 15,000. ഇപ്പോൾ ആണെങ്കിൽ ഇപ്പോൾ മേടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാലും ഇത് ആരെങ്കിലും ഒക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയാലും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നോ ഒന്നും നമുക്ക് ഇരുന്ന് നോക്കിയാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതും നേരത്തെ ഇരുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് വരുന്നത്. തുണിയുടെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. തുണി വരുമ്പോൾ ഇത് ജൂട്ട്, ഇതാകുമ്പോൾ നമുക്ക് വാഷബിൾ അല്ല. അതെ അതെ, മോഡൽ വ്യത്യാസമുണ്ട്, ഹാൻഡിൽസ് വ്യത്യാസം ഉണ്ടാവും, അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് വാഷബിൾ ആണോ? വാഷബിൾ അല്ല, ഇത് ജൂട്ട് മെറ്റീരിയൽ, ഷാംപൂ വാഷ് ചെയ്യേണ്ടി വരും. ഷാംപൂ വാഷ്. ഇത് തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെ വാഷ് ചെയ്യാൻ പറ്റില്ല. മറ്റേതൊക്കെ പറയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് ഒഴുകി പോരും അല്ലേ. അപ്പൊ 15,000 5 സീറ്റർ സോഫയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പുറത്തെ MRP പ്രൈസ് വരുമ്പോൾ ഒരു 25-30 ആ ഒരു റേഞ്ച് എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ഇത് ഒരു മോഡൽ, ഇതിൽ തന്നെ 15,000 വേറെ മോഡൽസ് ഉണ്ടാവും. ബാക്കിൽ ഇരിക്കുന്നത് മോഡലും 15,000 ആണ് സെല് ചെയ്യുന്നത്. ഫാബ്രിക് ആണ്, അത് ക്ലിയറൻസിൽ ഇട്ടിട്ടുള്ളതാണ്. നോർമലി 17,500 ആണ് സെല് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ഓർഡർ വരുമ്പോൾ 17,500 ആണ് സെല് ചെയ്യുന്നത്. ഫാബ്രിക് ആയതുകൊണ്ട് ഫാബ്രിക്കിന്റെ കോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. മറ്റേത് ജൂട്ടായത് ഇതാവുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ അല്ല, അത് വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അത് പക്ഷേ ഈ പുറമേന്ന് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ പറ്റും. പക്ഷെ തൊടുമ്പോഴാണ് ആ ഒരു തുണിയാണെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുള്ളൂ. പുറമേന്ന് കാണുമ്പോൾ നമുക്ക് ലെതറിന്റെ ഒരു ഫീലിംഗ് അല്ലേ, ആ ഒരു രീതിയിലാണ് അതിന്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതും 15,000 സോഫ വരുന്നത്. അപ്പൊ ക്ലിയറൻസ് സെയിലും കൂടി നടക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനിയിപ്പോ 15,000 തന്നെ കയ്യിലെടുക്കാനില്ലെങ്കിൽ EMI ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പൊ ഇതോ സോൾഡ് ആണ്, ഇത് എടുക്കണ്ട. സോൾഡ് ആണ്. അപ്പൊ ഇത് ഇനി ഇതുപോലത്തെ വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇത് കൂടാണ്ട് ഇനിയും സോഫാസ് ഉണ്ട്. ഇപ്പൊ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ബഡ്ജറ്റ് കൂടിയ ടൈപ്പ്. എന്നാൽ നമുക്ക് അത് ബഡ്ജറ്റ് കൂടിയ ടൈപ്പ് ആയിട്ട് തോന്നും, പക്ഷെ പുറമെ അതിനേക്കാളും കൂടിയ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ കുറെ സോഫ ടേബിൾസ് ഒക്കെ ഉണ്ട്. അടിപൊളി ഒരു ചെയർ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ജെനുവിൻ ലെതർ വിങ് ചെയർ ആണ്. ജെനുവിൻ ലെതർ ആണ്, ഒറിജിനൽ ലെതർ ആണ്. ഇത് കാണുമ്പോൾ റോളക്സ് ക്യാരക്ടറാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ശരിക്കും ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് രീതിയിൽ. ഇതില് നമ്മളൊക്കെ ഇരുന്നാൽ ശരിയാവോ? ഇതൊക്കെ ഇരിക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്, ആ ആൾക്കാർ തന്നെ ഇരിക്കണം. പിന്നെ ഇത് ഒറിജിനൽ ലെതറാണ് വരുന്നത്. അത് അപ്പൊ ഇതും കസ്റ്റമൈസ് ചെയ്ത് ഏത് കളറിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ക്യാമറമാൻ ഒരു ഫോട്ടോ എടുത്തോളൂ അടിപൊളിയായിട്ട്. എന്തായാലും ഇതും നമുക്ക് വീട്ടിൽ. ഇതിന്റെ ഒക്കെ എക്സാക്ട് പ്രൈസ് ഇത് വിങ് ചെയർ നോർമലി വരുന്നത് ഒരു 20,000. ഫാബ്രിക്കിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 20,000, 18 to 25 ആ റേഞ്ച്. ലെതർ ആകുമ്പോഴത്തേനും 14 മുകളിലേക്ക് പോകും. ഒറിജിനൽ ലെതർ ആവും. ഇതിന്റെ ശരിക്ക് ഇരിക്കേണ്ട ആളൊന്ന് ഇരുന്ന് കാണിച്ചു തന്നാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാൻ ശരിയാവില്ല. ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ വിക്രം സിനിമയിലെ റോളക്സ് ക്യാരക്ടറിലുള്ള പോലെ ഫീലിംഗ് ആണ് കേട്ടോ ഇതിൽ ഇരിക്കുമ്പോൾ. ആ ഒരു രീതിയിലാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഓഫീസിലും അതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു ലക്ഷറിയസ് ആയിട്ട് തോന്നണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ മേടിച്ചിടാമല്ലോ അല്ലേ. പിന്നെ ഇത്രയല്ലേ റേറ്റ് വരുന്നത്. ഫാബ്രിക്കിലാണെങ്കിൽ 20 ആ റേഞ്ച് വരും. 20,000, 22,000. ഇത് ജെനുവിൻ ലെതറിലാണ് ചെയ്തത്. അപ്പോൾ അതാകുമ്പോൾ റേറ്റ് കൂടും. അത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല. ലെതറൊക്കെ ആകുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട, ആ ഒരു ഫീലിംഗിൽ വേണമെന്ന് വെച്ചാൽ ഫാബ്രിക്കിലും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിപ്പോൾ പുതിയത് കൊണ്ടുവന്ന് ഇട്ടതാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ വരാനുണ്ട്. അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലോഡിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ നല്ല അടിപൊളി ഷെയ്ഡ് കേട്ടോ, നല്ലൊരു ഡസ്കി പിങ്ക് ഷെയ്ഡ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറും. ഇതുപോലെ നല്ല നല്ല കളേഴ്സും അവൈലബിൾ ആണെന്ന് നമുക്ക് കാറ്റലോഗ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് വെൽവെറ്റിലല്ലേ? വെൽവെറ്റ് ആണ്. അതെ അതെ, ഇത് അറ്റാച്ച്ഡ് ആണ്. അതെ, നമുക്ക് ഫിക്സ്ഡ് ആയിട്ടാണ് റിമൂവബിൾ വേണമെങ്കിൽ റിമൂവബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അറ്റാച്ച്ഡ് ആയിരിക്കും നല്ലത്. അതാകുമ്പോൾ അത് അവിടെ ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഇതാകുമ്പോൾ പിള്ളേർ അവിടെ നിന്ന് ഇവിടെ വലിച്ചിട്ട് ഇവിടെ നിന്ന് വലിച്ചിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ സുഖമായിട്ട് ഇരുന്ന് റെസ്റ്റ് ചെയ്യാം അടിപൊളിയായിട്ട്. അപ്പോൾ ഇത് ഹാൻഡിൽ വരുന്നത് നമുക്ക് വുഡൻ ഹാൻഡിലാണ്. വുഡൻ ഹാൻഡിൽ, മഹാഗണി വുഡൻ ഹാൻഡിലാണ് വരുന്നത്. ഇത് വേറൊരു മോഡലാണ്. നേരത്തെ കണ്ടത് ഒരു എക്സ് മോഡലാണ്. വ്യത്യാസമായിട്ടുള്ള ഇതാകുമ്പോൾ ജസ്റ്റ് ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നു 5 എണ്ണത്തിന്റെ ഒരു 3 സീറ്ററും കൂടെ വരാനുണ്ട്, ഇവിടേക്ക് വരാനുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാക്ടറി ആയതുകൊണ്ട് തന്നെ എപ്പോഴും പ്രോഡക്ട്സ് വന്നുകൊണ്ടിരിക്കും, അതിനനുസരിച്ചിട്ട് സെയിൽ ആയിക്കൊണ്ടിരിക്കും. ഇനി വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനും പറ്റും. ഇതും ഒരു കോഫി ടേബിൾ, അതെ, സ്ക്വയർ ടേബിൾ ആണ്. സ്ക്വയർ കോഫി ടേബിൾ. ഇതിന്റെ അടിയിലത്തെ ഒരു മെറ്റൽ ലെഗ്സ് ആണ് വരുന്നത്. പൗഡർ കോട്ടഡ് മെറ്റൽ ലെഗ്സ് ആണ് വരുന്നത്. അതും വേണമെങ്കിൽ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പൗഡർ കോട്ടിങ് ആയതുകൊണ്ട് തന്നെ. ഇനി ഇതിന്റെ റേറ്റ് നമുക്കൊന്ന് അറിയണമെന്നുണ്ട്. ഇത് 36 കൊടുക്കുന്നത്.
കൊടുക്കുന്നത്. പക്ഷെ പുറമെ 45 to 50 ആ റേഞ്ച് ആ റേഞ്ചിലാണ് നമുക്ക് പുറമെ കിട്ടുന്നത്. ഇവിടെ ഫാക്ടറി പ്രൈസ് ആയതുകൊണ്ട് ആ റേഞ്ചിൽ കിട്ടുന്നത്. ഇതും ഇപ്പൊ പുതിയത് കൊണ്ടെന്ന് വെച്ചാൽ വൈറ്റ് നല്ലൊരു ക്രീം അതും വന്നിട്ടുള്ളതാണ്, പുതിയ മോഡലാണ്. ഇപ്പൊ കയറി വന്നപ്പോൾ നമ്മളിത് കണ്ടില്ല കേട്ടോ. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ലോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പുതിയൊരു വെറൈറ്റി മോഡൽ 5 സീറ്ററിന്റെ ആണ് ഇത് വരുന്നത്. ഇതിൽ വരുമ്പോ എങ്ങനെയാ? ഇത് 55,000 വരും. നേരത്തെ ആ ഒരു ബാക്കി സീറ്റർ 3 സീറ്റർ എന്ന് പറഞ്ഞല്ലേ? അതെ അതെ, 2 ഇത് 2 സീറ്റർ ആണ്. വേറെ സിംഗിൾ സീറ്റർ വേറെ വരുന്നുണ്ടല്ലോ. ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് കിടക്കാം. ഇതെന്താ റേറ്റ് വരുന്നത്? ഇത് 55 വരും. 3+2 എന്നുള്ള കോൺസെപ്റ്റിലാണ് വരുന്നത്. ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ എന്താ വരുന്നത്? ഇത് കുറച്ച് പ്രീമിയം ഫാബ്രിക് ആണ്. സ്പ്രിങ്സ് വരുന്നുണ്ട്. നല്ല ഇതൊരു യൂറോപ്യൻ മോഡലാണ്. ഈ ഒരു രീതി ചെയ്തിട്ടുണ്ടല്ലേ? അടിപൊളി. ഇതുപോലെ നല്ല ഇനി നമ്മുടെ മനസ്സിൽ വല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബാക്കിൽ ഇങ്ങനത്തെ വേണ്ട ഡിസൈൻസ് കുറച്ച് മാറണം, നമ്മുടെ ലിവിങ് ചെയ്യാവുന്നതാണ്. അപ്പൊ കുറെ കാറ്റലോഗ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാ ഇതിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് എങ്ങനെ ഏതൊക്കെ കമ്പനീസിന്റെ ഒക്കെ മെറ്റീരിയൽസ് കൂടുതൽ അങ്ങനെ കമ്പനീസ് എന്ന് പറയുമ്പോൾ ഇത് മാജിക് ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കാറ്റലോഗാണ്. അതേപോലെ GT ഇത് വരുന്നുണ്ട്. പിന്നെ സറവും വരുന്നുണ്ട്, അത് സറവുമാണ്. കാറ്റലോഗ്സ് പല കമ്പനിക്കും പല കാറ്റലോഗ്സും പല ടെക്സ്ചേഴ്സും ഷെയ്ഡ്സും എല്ലാം വരുന്നുണ്ട്. കളേഴ്സും വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് നേരിട്ട് വരാൻ പറ്റാത്ത ഇതാണ് ഫ്ലവർ ഫ്ലവറി ടൈപ്പ് തന്നെ കുറേ വരുന്നുണ്ട് അല്ലേ? ഇതിൽ തന്നെ കളേഴ്സും ഉണ്ട്. അപ്പോൾ അതില് ഇതിൽ തന്നെ റെക്സിൻ വരുന്നുണ്ട്, ഫാബ്രിക് വരുന്നുണ്ട്. ഇത് റെക്സിനാണ്. ഇത് റെക്സിന്റെ അല്ലേ? ഇത് ഫൈബ്രിക്. ഇതാകുമ്പോൾ ഒരു വെൽവെറ്റിന്റെ ഒരു ടച്ച് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഒരു വാഷബിൾ ടൈപ്പ് റെക്സിൻ ടൈപ്പ്. ഇതും റെക്സിൻ. ഇത് അപ്പുറത്തെ റെക്സിൻ. ഇത് വരുന്നത് ക്ലോത്ത് ഫൈബ്രിക് ആണ് കേട്ടോ വരുന്നത്. ഇതാകുമ്പോൾ വലിയ വലിയ പ്രിന്റിൽ വരുന്നത്. ഇതാ പ്രിന്റ് വേണോ എങ്ങനത്തെ വേണോ ആ മോഡൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അതിൻ്റെ കളർ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ ഇവിടെ ചൂസ് ചെയ്യാനായിട്ട്. ഏത് മോഡൽ വേണമെന്ന് വെച്ചാൽ അങ്ങനെ. ഇതിൽ അപ്പോൾ പല ബ്രാൻഡിൻ്റെ നമുക്ക് മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ സോഫ എന്തായാലും ഇവിടുന്ന് തന്നെ മേടിക്കേണ്ടി വരും. സോഫയ്ക്ക് ഏത് തരം മരമാണ് വേണമെന്ന് പറയുകയാണെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കും. കൂടുതലും മഹാഗണിയാണ്. മഹാഗണി ഉണ്ട്, ആഞ്ഞിലി വരുന്നുണ്ട്. അതേപോലെ ഇനി പാഷ് വുഡിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം, തേക്കിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വാറണ്ടിയുടെ കാര്യം പറയാം. വാറണ്ടി എല്ലാം സെയിം തന്നെ ആയിരിക്കും. സെയിം വാറണ്ടി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് വീട്ടിലേക്ക് സോഫ എത്തിക്കുന്ന ഒരു സ്ഥലം, എറണാകുളത്ത് സോഫ സ്റ്റുഡിയോ. ദി സോഫ സ്റ്റുഡിയോ പറയുമ്പോൾ തന്നെ എന്തൊരു ലക്ഷറിയസ് ഫീൽ ചെയ്തത്. നമ്മൾ എവിടുന്ന സോഫ മേടിച്ചെന്ന് ചോദിക്കുമ്പോൾ ദി സോഫ സ്റ്റുഡിയോ. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടിയും പറയാം. ലൊക്കേഷൻ വരുന്നത് നമുക്ക് എറണാകുളത്ത് പാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. ഏകദേശം പൈപ്പ് ലൈൻ ജംഗ്ഷൻ്റെ അടുത്തായിട്ട് വരും. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോ ഉണ്ട് അടുത്ത്, ന്യൂസ് സ്റ്റുഡിയോ. അതിന്റെ തൊട്ട് അടുത്തായിട്ടാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ പേര് വരുന്നത് കൊച്ചാപ്പള്ളി ആർക്കേഡ് എന്നാണ്. സോഫ സ്റ്റുഡിയോ അതേപോലെ ഫ്ലെക്സ് ഒക്കെ ഉണ്ട്. ഫ്രണ്ടില് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 2nd ഫ്ലോറിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ഒക്കെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും ഈ ഒരു സോഫാസ് ഒക്കെ ഇങ്ങനെ നിരന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് കിട്ടുന്നത് സോഫാസും അതുപോലെ തന്നെ കോഫി ടേബിൾസ്, മെയിൻ സെന്റർ ടേബിൾ, അതാണ് മെയിൻ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നല്ല നല്ല എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതും നല്ല എഫോർഡബിൾ റേഞ്ചിലാണ് കിട്ടുന്നത്. സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 15,000 ആണ്. 15,000 തൊട്ട് അങ്ങനെ കയറി വരും. ഇനിയിപ്പോൾ നല്ല മോഡലായിട്ടുള്ള സംഭവമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഫൈബ്രിക് നമുക്ക് കുറച്ചുകൂടി അത്രയ്ക്ക് റേറ്റിന് വേണ്ട. അപ്പൊ നമുക്ക് ആ ഫൈബ്രിക്കിൽ ഇത് മാറ്റം വരുത്താൻ പറ്റും. പക്ഷെ ഉള്ളിലിരിക്കുന്ന ആ ഒരു സ്പോഞ്ച്, ആ സ്പ്രിങ്, അതിന്റെ ക്വാളിറ്റിക്ക് ഒരു മാറ്റം ഞങ്ങൾ വരുത്താൻ പോകുന്നില്ല. കാരണം അതിനൊന്നും മാറ്റം വരില്ല. സ്പ്രിങ്സ് ഒക്കെ എല്ലാം പോക്കറ്റഡ് സ്പ്രിങ്സ് ആണ് വരുന്നത്. ഫാബ്രിക്കിൽ മാത്രമുള്ള ചേഞ്ചസ് മാത്രം. അതിലാണ് നമുക്ക് ആ ഒരു കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ, ഹൈ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. അല്ലാണ്ട് ഉള്ളിലത്തെ പക്ക മരം, പക്ക സ്പോഞ്ച്, പക്ക എല്ലാ കാര്യത്തിലും ബെസ്റ്റ് ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് തരുന്നത്. അപ്പോൾ ദി സോഫ സ്റ്റുഡിയോ. അപ്പോൾ ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.